ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് സഭായോഗത്തിൽ വീണ്ടും ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സവാസനായ കർത്താവിനെ സ്തുതിക്കുന്നു. നാം കടന്നു വന്ന നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ സ്വതം ഇന്ന് വായിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. അമ്മേ സ്വതം ഇന്ന് പകൽക്കാലം അമ്മേ സ്വതം ചില മറുപടികളുമായി കടന്നു പോകാൻ അമ്മേ കർത്താവ് നമ്മളെ സഹായിക്കാനായിട്ട് നാം പ്രാർത്ഥനയിൽ ദിവസങ്ങളിലായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരികയാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ അമ്മ നാവിന്മേലിരിക്കും. അമ്മ സങ്കീർത്തനക്കാരനായ ദാവീദ് അമ്മ സ്വതം പറയുന്ന ഒരു വാക്യമാണ് സ്തോത്രം. അമ്മ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, സ്തോത്രം. അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടുന്ന് അവനെ ആട്ടിക്കളയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അമ്മ സ്വതം അമ്മ ഇതിൻ്റെ സങ്കീർത്തനത്തിൻ്റെ അമ്മ ഹെഡിങ് ഒക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ദാവീദ് എവിടെ ആയിരിക്കുന്നു എന്ന്. അമ്മ സ്തോത്രം. അമ്മ സ്വതം നമുക്ക് ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലും കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുമോ? അമ്മേ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? സ്തോത്രം. അമ്മേ ദാവീദ് പറയാണ് ഞാൻ എല്ലാ കാലത്തും അമ്മേ സ്വതം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ താഴ്ചകള് ഉയർച്ചകള് അമ്മേ എല്ലാം കടന്നു വരാം. അമ്മേ സ്വതം പ്രതികൂലങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ അവിടെയൊക്കെയും കർത്താവിനെ സ്തുതിപ്പാൻ അമ്മേ നമുക്ക് കഴിയുമോ? സ്തോത്രം. അമ്മ ഈ പകൽക്കാലം ഹല്ലേലൂയ അമ്മേ സങ്കീർത്തനക്കാരൻ പറയാണ് ഞാൻ എല്ലാ കാലത്തും അമ്മേ യഹോവയെ സ്തുതിക്കാം, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. അമ്മേ സ്വതം സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. പ്ലീസ് അറ്റുപോകരുത്. അമ്മേ സ്വതം സ്തുതി ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അറ്റുപോകാൻ ഇടയായിത്തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സമയത്തും ഹല്ലേലൂയ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കൊന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുന്നെങ്കിൽ അമ്മ അവിടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കാണുവാൻ ഇടയായിത്തീരും. അമ്മേ സ്വതം പെട്ടെന്ന് നമ്മുടെ കാലൊന്ന് തട്ടുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുമോ? അമ്മേ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അമ്മേ നാം അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങണം. ഹല്ലേലൂയ ഏത് സമയത്തും കർത്താവിനെ സ്തുതിപ്പാൻ, അവൻ്റെ സ്തുതി എപ്പോഴും അമ്മേ സ്വതം എപ്പോഴും അമ്മേ നന്മ വരട്ടെ, അമ്മേ പ്രതികൂലം വരട്ടെ, അമ്മേ സ്വതം എന്ത് വന്നാലും അമ്മേ സ്വതം അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ അറ്റുപോകാതെ അമ്മേ സ്വതം അത് എപ്പോഴും എൻ്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും. അമ്മേ സ്വതം മറ്റൊന്നും നിൻ്റെ നാവിന്മേൽ ഇരിക്കരുത്. അമ്മേ ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അമ്മേ സ്വതം. അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. അമ്മ എൻ്റെ ഹൃദയം യഹോവയിൽ അമ്മയെ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ദൈവത്തിനൊന്ന് പ്രശംസിപ്പാൻ അമ്മേ സ്വന്തം മറ്റൊന്നിലും പ്രശംസിപ്പാനില്ല നമുക്കല്ലേ. നമുക്ക് പ്രശംസിപ്പാൻ എന്താ ഉള്ളത്? അമ്മ നമ്മുടെ കർത്താവിൽ മാത്രമേ നമുക്ക് പ്രശംസിപ്പാനുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു. അമ്മ എളിയവർ അത് കേട്ട് സന്തോഷിക്കുക. എൻ്റെ മൂന്നാം വാക്യം വളരെ സന്തോഷിപ്പിച്ച വാക്യമാണ്. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ അമ്മ ഒന്ന് ഉയർത്തുവാൻ. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഇതിൻ്റെ ആ ചരിത്രം ഒന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കൂടി വരുവാനിടയായി തീർന്നു. അമ്മേ സ്വന്തം 1 ശമൂവേൽ 22 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 ശമൂവേൽ 22 1-2 വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ അമ്മേ സ്വന്തം. ഇവിടെ നമ്മൾ കാണുന്നു അമ്മ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ ഇവരൊക്കെ അവൻ്റെ അടുത്ത് ചെന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു 400 പേരോളം അവിടെ ഉണ്ട്. ആ 400 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ് നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്താവൂ. പ്രൈസ് ദി ലോർഡ്. അമ്മേ സ്വന്തം. ഹല്ലേലൂയ. എൻ്റെ മൂന്നാം വാക്യം അങ്ങനെയല്ലേ വായിക്കുന്നത്. എന്നോട് യഹോവയെ മഹിമപ്പെടുത്തി നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ അമ്മേ സ്വന്തം. കടമുള്ളവര്, ഞെരുക്കമുള്ളവര്, അമ്മേ സന്തുഷ്ടിയില്ലാത്തവര് അമ്മേ സ്വന്തം ഈ പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ സ്വന്തം നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മേ സ്വന്തം ചിലതിൻ്റെ വിടുതൽ അമ്മേ സ്വന്തം നാം ഒന്ന് രുചിച്ചറിയണമെന്നേ. അമ്മേ സ്വന്തം ചിലതിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഒന്ന് രുചിച്ചറിയണമെങ്കിലുണ്ടല്ലോ നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തണം. അമ്മേ സ്വന്തം. ഹല്ലേലൂയ. അമ്മേ സ്വന്തം ഏത് അമ്മേ വിഷയമല്ല ദൈവത്തിന് ഒരു പ്രയാസം. അമ്മേ സ്വന്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെന്നുള്ള വിഷയം. അമ്മേ സ്വന്തം നമുക്ക് ഒരുമിച്ച് അമ്മേ സ്വന്തം ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അമ്മേ സ്വന്തം നീ ആയിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഒന്ന് മറന്നിട്ട് അമ്മേ സ്വന്തം ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഈ പകൽക്കാലം നമുക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 69 സങ്കീർത്തനം അതിൻ്റെ 30 വാക്യം ഇവിടെ ഒന്ന് വായിച്ചാട്ടെ. 69:30. ആ അതിൻ്റെ അടുത്ത വായിക്കട്ടെ. ആ അമ്മേ സ്വന്തം. ദൈവത്തിന് പ്രസാദം തോന്നുന്നത് എന്താ? അമ്മേ സ്വന്തം. ഹല്ലേലൂയ. അമ്മേ സ്വന്തം ഞാൻ പാട്ടോടെ ദൈവത്തെ അമ്മ സ്തുതിക്കും.
പ്രിയ ദൈവമക്കളെ, ഇവിടെ കടന്നു വരുമ്പോൾ പാട്ട് പാടാൻ കഴിയാത്ത എത്ര പേരുണ്ട്? അമ്മേ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പാട്ടോടെ അമ്മേ സ്വത്ത്. അതിൻ്റെ താഴെ അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാൾ അമ്മ ദൈവത്തിന് പ്രസാദമാണെന്ന്. അമ്മേ നീ പാട്ടോടെ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുന്നെങ്കിൽ, അമ്മേ സ്വത്ത് ഹല്ലേലൂയ, സ്തോത്രത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അമ്മേ അത് ദൈവത്തിന് പ്രസാദമുള്ളൊരു അമ്മേ സ്വത്ത് യാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് എത്ര പേർക്ക് പാട്ട് പാടുവാൻ കഴിയുന്നുണ്ട്? അമ്മേ സ്വന്തം നമ്മളിവിടെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ നാം വെറുതെ നിൽക്കുകയാണോ? അമ്മേ സ്വന്തം കർത്താവ് പറയും, ദൈവം പറയുകയാണ് ഹല്ലേലൂയ, പാട്ടോടെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? അമ്മേ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, അമ്മേ സ്തോത്രത്തോടെ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? എങ്ങനെയാണ്? 3-ാം വാക്യത്തിൽ പറയുന്നത് ഹല്ലേലൂയ, നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ അമ്മേ നാം ഒരുമിച്ച് എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നത്? അമ്മ ഒരുമിച്ച് നാം പാട്ട് പാടുമ്പോൾ, നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അമ്മേ സ്വന്തം നാം ഒരുമിച്ച് അമ്മേ സ്വന്തം ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ, അമ്മേ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഏകരായി ചെയ്യുന്നതിനേക്കാൾ അമ്മേ സ്വന്തം കൂട്ടമായി ചെയ്യുന്നതിന് പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, യെരിഹോവിൻ്റെ മതിൽ അമ്മേ സ്വന്തം തകർന്നു വീഴുവാൻ ഇടയായത് അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോഴാണ്. അമ്മേ സ്വന്തം അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് ഒരിക്കലും തകരത്തില്ലെന്ന് വെച്ച് അമ്മ നിന്ന ആ യെരിഹോവിൻ്റെ മതിൽ ഇടിഞ്ഞു വീഴുവാൻ ഇടയായി തീർന്നത്. അമ്മേ സ്വന്തം ഗിദെയോന്റെ ചരിത്രം അറിയാം. അമ്മേ 300 പേരോട് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാഹളം ഊതണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുടമൊഴിക്കണം. അമ്മേ സ്വന്തം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പന്തം തെളിക്കണം. അമ്മേ അവർ ഒരുമിച്ച് ഇത് ചെയ്തപ്പോൾ അമ്മേ കൂട്ടമെല്ലാം പാച്ചിൽ തുടങ്ങിയെന്ന് ബൈബിളിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മേ സ്വന്തം നാം ഒരുമിച്ച് അമ്മേ സ്വന്തം നാം ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ പകൽക്കാലം തയ്യാറാകുന്നെങ്കിൽ അമ്മേ സ്വന്തം അവിടെ ചില പാച്ചിലുകൾ നടക്കുവാൻ ഇടയായി തീരും. അമ്മേ സ്വന്തം നിന്റെ പന്തം ഒന്ന് തെളിപ്പാൻ പറ്റുമോ? അമ്മേ സ്വന്തം ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ നീ തെളിച്ച അമ്മേ സ്വന്തം ആ പന്തമില്ലേ ഹല്ലേലൂയ, ഇന്ന് കരിന്തിരി കത്തിയിരിക്കുവാണോ? അമ്മേ ആ ഇടിച്ചെടുത്ത ഒലിവെണ്ണ അമ്മേ സ്വന്തം ആരാധനയിൽ ഹല്ലേലൂയ ആത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ നീ ഒന്ന് ജ്വലിപ്പാ ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അമ്മേ സ്വന്തം ചില മൺകുടങ്ങൾ ഈ പകൽക്കാലം ഉടയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അമ്മേ സ്വന്തം ഹല്ലേലൂയ ചില കാഹളങ്ങൾ ഈ പകൽക്കാലം ജ്വലിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടം ഹല്ലേലൂയ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കൂട്ടത്തിൽ ഒരു പാരിച്ചിലോട് നടക്കുവാൻ പോകുകയാണ്. അമ്മേ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുമോ ഈ പകൽക്കാലം? ഗ്ലോറി ചിലബൂത ഗ്ലോറി. നാം ഒരുമിച്ച് ഹല്ലേലൂയ. അമ്മേ ഒരാൾ മാറി നിൽപ്പാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അമ്മേ ഒരാൾ അമ്മേ കൈയടിപ്പാൻ ഇരിപ്പാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ഒരുമിച്ച് കർത്താവിനെ ഈ പകൽക്കാലം ഒന്ന് സ്തുതിപ്പാൻ പോകുകയാണ്. അമ്മേ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ അമ്മേ പ്രകാശിതരായ അവരുടെ മുഖമോ അമ്മേ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അമ്മേ ഹല്ലേലൂയ. 400 പേർ ഒരു കൂട്ടം അവിടെ നിൽപ്പുണ്ട്. അമ്മേ കടക്കാര് അമ്മേ ഒന്നുമില്ലാത്തവർ അമ്മേ അവർ ഒരു കൂട്ടം അവിടെ നിൽപ്പുണ്ട്. അവരോട് പറയുകയാണ് ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചം ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നീ അവങ്കിലേക്ക് നോക്കുമ്പോൾ അമ്മേ മറ്റുള്ളവർ പ്രകാശിക്കുന്ന പോലെ അല്ല നീ പ്രകാശിക്കുന്നത്. അപ്പൊ നിന്റെ ഉള്ളിൽ അവനൊരു വെളിച്ചം പകരുവാനിടയായി തീരും. അപ്പൊ അവനൊരു ലൈറ്റ് അമ്മ നീ ഒരു വിളക്കായിട്ട് തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അമ്മേ മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. ഹല്ലേലൂയ. അമ്മ നീ അവങ്കിലേക്ക് പകൽക്കാലം ഒന്ന് നോക്കുന്നെങ്കിൽ ഗ്ലോറി നിന്റെ സകല ഇരുട്ട് മാറി നീ ഒരു പ്രകാശമായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അമ്മ നിന്നെ പ്രകാശിപ്പാൻ അമ്മേ നിന്റെ ഉള്ളിൽ ഒരു അഗ്നിയായി തീരുവാൻ ഹല്ലേലൂയ അമ്മേ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അമ്മ അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി. നിങ്ങൾക്കറിയാം, കുരുടന്റെ കാര്യം അറിയാം. അവൻ ദാവീദ് പുത്രായനോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. അവന്റെ കണ്ണിതുവരെയും ഒരു പ്രകാശത്തെയും കണ്ടിട്ടില്ല. പ്രകാശം എന്താണെന്ന് അവൻ അറിയത്തില്ല. അമ്മേ അവന്റെ മുമ്പിൽ നിൽക്കുന്ന എന്താണെന്ന് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനൊരൊറ്റ നിലവിളി വിളിച്ചു, കർത്താവേ. അമ്മേ പലരും അവനെ എന്ത് ചെയ്തു? ശാസിച്ചു, മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. പക്ഷെ അവൻ വീണ്ടും നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നോടൊന്ന് കരുണ തോന്നണം. ഈ പകൽക്കാലം ഹല്ലേലൂയ അമ്മ നിന്റെ വിഷയത്തിൽ നീ ഒന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, അമ്മേ അവങ്കിലേക്ക് ഒന്ന് നോക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അമ്മ ഇതുവരെയും വെളിപ്പെടാത്ത അമ്മ ചില അഗ്നികൾ അമ്മ ചില വെളിച്ചങ്ങൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഈ പകൽക്കാലം കർത്താവ് ഇടയാക്കി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവങ്കിലേക്കൊന്ന് നോക്കിയിട്ട് ഹല്ലേലൂയ ആരെങ്കിലും നിന്ദിതരായി തീർന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പ്രൈസ് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ നമുക്ക് അവങ്കിലേക്ക് വീണ്ടും ഒന്ന് നോക്കാം. ദാവീദ് പറയാണ്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ അമ്മ ലജ്ജിച്ചു പോയില്ല. അമ്മ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കി വിളിച്ച അമ്മ നിന്റെ സകല കഷ്ടങ്ങളെയും
ആമേ ഹല്ലേലൂയ, അവനെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനായ ഒരു ദൈവമാണ്. 34-ാം സങ്കീർത്തനക്കാരൻ പറയാണ് ഹല്ലേലൂയ, അവങ്കിലേക്ക് എന്ത് ചെയ്തു? ആമേ എളിവൻ നിലവിളിച്ചു, ആമേ യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും. ഗ്ലോറി ചില ശബ്ദലബോധ ഗ്ലോറി പകൽക്കാലം ചിന്തി നിലവിളിക്കുമ്പോൾ, ആമേ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലേക്ക് കയറുമ്പോൾ നിന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അമ്മേ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അമ്മേ യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അമ്മേ അവരെ വിടുവിക്കുന്ന യഹോവയുടെ ദൂതൻ അമ്മേ സ്വന്തം അമ്മേ ഹല്ലേലൂയ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ഒരു പാളയം ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ, നിനക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഒരു അമ്മേ ദൂതൻ്റെ ഒരു ശക്തമായ പാളയം നിന്റെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് അമ്മേ സ്വന്തം മറ്റ് പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ അമ്മേ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി അമ്മേ നമ്മെ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മേ സുദാനിയേലിനോട് ചോദിച്ചാൽ പറയും ഹല്ലേലൂയ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിപ്പാൻ അമ്മേ ദൈവത്തിൻ്റെ ദൂതൻ എവിടെ ഇറങ്ങി? ഹല്ലേലൂയ. അമ്മേ സിംഹങ്ങളുടെ കൂട്ടിലിറങ്ങി. പകൽക്കാലം അമ്മ പ്രിയ ദൈവമക്കളെ നാം കടന്നു പോകുമ്പോൾ നമുക്കറിയത്തില്ല നാം എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്, എതിരെല്ലാം യാത്ര ചെയ്യുന്നത്. പക്ഷേ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് മുൻപായി കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഗ്ലോറി. അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി ഹല്ലേലൂയ അവരെ വിടുവിച്ചുകൊണ്ടിരിക്കുക. നാം അറിയാത്ത ഹല്ലേലൂയ എത്ര സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നാം അറിയാത്ത എത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ ഒഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് മുൻപേ പോകുന്നതിൻ്റെ അമ്മ ഇത് നാം അറിയുന്നില്ല പലപ്പോഴും. ഹല്ലേലൂയ. എന്നാൽ ചില സമയങ്ങളിൽ നാം രുചിച്ചറിയുന്നുണ്ട് അമ്മ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ കൂടി ഉണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ നാം ഇവിടെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, എങ്ങനെ ഞാൻ ഇവിടെ വരെ വന്നു എന്ന്. ഗ്ലോറി ചില ശബ്ദലബോധ. അമ്മേ ശത്രു പലപ്പോഴും നമ്മളെ തകർത്ത് കളയുവാൻ നോക്കിയ ഇടങ്ങളിൽ അമ്മേ സ്വന്തം ഹല്ലേലൂയ കർത്താവേ നിനക്ക് എന്ത് ദയ എന്നോട് തോന്നിയെന്ന് നാം ചോദിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലേ. ഗ്ലോറി ചില ശബ്ദലബോധ. അമ്മേ യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. അമ്മേ സ്വന്തം പാളയം ഇറങ്ങി. ഹല്ലേലൂയ. അമ്മേ അദൃശ്യമായ കരങ്ങൾ ഹല്ലേലൂയ നമ്മെ വിടുവിച്ച എത്ര വിധങ്ങളുണ്ട്. ഹല്ലേലൂയ. മരണവും നമ്മളുമായിട്ട് ഒരു ശകലം പോലും അമ്മേ വ്യത്യാസമില്ലാത്ത അമ്മേ സ്പ്ലിറ്റ് സെക്കൻഡുകളിൽ അമ്മേ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു സ്വർഗത്തിന്റെ കരം ഈ പകൽക്കാലം ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ഓർക്കണം, ഒരു അദൃശ്യമായ കരങ്ങൾ നമ്മെ നടത്തുന്നുണ്ട്, ഒരു അദൃശ്യമായ ശക്തി നമ്മളെ പിന്തുടരുന്നുണ്ട്. ഹല്ലേലൂയ. ആ ശക്തിയാണ് നമ്മെ ഇന്ന് വരെ നിർത്തിയത്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് പ്രശംസിപ്പാൻ പലതും കാണുമെന്നാൽ അപ്പൊ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലെങ്കിലും നമ്മെ നടത്തുന്ന ഒരു ശക്തിയുണ്ട്, നമ്മെ നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവന്റെ ദൂതന്മാരുടെ ശക്തി കാവൽ നമുക്ക് ചുറ്റുമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവദാസന്മാർ നമ്മെ പ്രാർത്ഥിച്ച് കടത്തിവിടുന്നത്. ഗ്ലോറി ചില ശബ്ദലബോധ. അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അമ്മേ സ്വതം. ഹല്ലേലൂയ. അതിൻ്റെ 9-ാം വാക്യം തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ ഭക്തന്മാരെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അമ്മേ സ്വതം അവൻ്റെ ഭക്തന്മാർക്ക് അമ്മ ഒന്നിനും മുട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് അമ്മ മുട്ടുണ്ടാകുകയില്ല. അമ്മേ സ്വതം. ഹല്ലേലൂയ. അമ്മ കഷ്ടതയുണ്ട് കേട്ടോ. ദാവീദ് കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്, അമ്മ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ അമ്മ ദാവീദ് പറയാണ് അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും മുട്ടുമായി വന്നിട്ടുണ്ടെങ്കിൽ ചില ശബ്ദലബോധ. അമ്മേ സ്വന്തം ഇവിടെ സമയം ഞാൻ തീരുമാനം നിർത്താൻ പോവുകയാണ്. ഗ്ലോറി. നീ എന്തെങ്കിലും മുട്ടുമായിട്ടാണ് കടന്നു വന്നെങ്കിൽ ജോലിയില്ലാത്ത അനുഭവങ്ങൾ, കടഭാരങ്ങൾ, അമ്മ പുഷ്ടിയില്ലാത്ത അനുഭവങ്ങൾ, അമ്മ മറ്റുള്ളവർ നിന്ദിക്കുന്ന അനുഭവങ്ങൾ, അമ്മ കുടുംബത്തിൽ നിന്ദിതയായി നിൽക്കുന്ന അനുഭവങ്ങൾ, അമ്മ ദേശത്ത് അമ്മേ സ്വതം നിന്നെ ചോദ്യചിഹ്നമാക്കുന്ന അനുഭവങ്ങൾ. അമ്മേ സ്വതം ഇവിടെ പറയാണ് എൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അമ്മേ സ്വതം വിശ്വാസത്താൽ ഈ രാത്രികാലം അമ്മേ സ്വതം രാത്രികാലം നീ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ലെന്ന് അമ്മ അവിടുത്തെ വചനത്തിലുണ്ടല്ലോ. അമ്മ എൻ്റെ മുട്ട് മാറ്റുമാറാകണമെന്നൊന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? അമ്മേ സ്വതം. ഹല്ലേലൂയ. അവിടെ സംഘടനക്കാർ പറയാണ് അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. അമ്മേ സ്വതം. ഹല്ലേലൂയ. അതിൻ്റെ 10-ാം വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ വിരട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അമ്മ ഒരു നന്മയ്ക്കും അമ്മേ സ്വന്തം ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. നമ്മളെക്കാൾ കഴിവുള്ളവര്, അമ്മേ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവര്, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവര്, ഹല്ലേലൂയ, നമ്മളെക്കാൾ അമ്മേ പിടിപ്പുള്ളവർ, ഹല്ലേലൂയ, വെറുതെ നിൽക്കുമ്പോൾ ഇരുട്ടറകളിൽ കടന്നു നീ അമ്മേ സ്വതം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ മധ്യവും കടന്നു വന്നിട്ടുണ്ട്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമെന്നാൽ അമ്മേ സ്വന്തം. ഹല്ലേലൂയ. അമ്മേ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ജോലി കിട്ടാതിരിക്കാമെന്നാൽ നീ പറ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അമ്മേ സ്വന്തം. ഹല്ലേലൂയ. അമ്മേ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പകൽക്കാലം നീ പറ. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും.
യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ 1-ാം വാക്യം ഞാൻ വീണ്ടും ഒന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അമേശ്വത് എൻ്റെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, അമേശ്വത് ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം, അമേശ്വതം ദൈവമക്കളെ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ഈ അനുഗ്രഹങ്ങളൊക്കെ വരണമോ? ഒറ്റ കാര്യം ഞാൻ പറയാം, അവൻ്റെ സ്തുതി നിന്റെ നാവിൽ നിന്ന് അറ്റുപോകാനിടയായി തീരരുത്. അമേശ്വത് നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ പിറുപിറുത്തത് നിമിത്തം അവർക്ക് വാഗ്ദത്ത കനാലിൽ ചെല്ലുവാനിടയായി തീർന്നില്ല. പ്രിയ ദൈവമക്കളെ, പിറുപിറുപ്പ് നമ്മുടെ വായിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സ്തുതി നമ്മുടെ നാവിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ കഴിയുമോ? ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.